വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് സഞ്ചരിക്കുന്നത് പാവറട്ടി പഞ്ചായത്തിലെ 6-ാം വാർഡിലുള്ള ജവഹർ റോഡിൻ്റെ അരികിലൂടെയാണ്. അപ്പോൾ നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഈ റോഡ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വളരെ ശക്തമായ മഴക്കാലം വരുന്ന സമയത്ത് റോഡ് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ, അപ്പോൾ മണ്ണിൻ്റെ അംശങ്ങളാണ്, റാറിനേക്കാൾ കൂടുതൽ മണ്ണിൻ്റെ അംശങ്ങളാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ചെറിയ കുട്ടികൾ ആശാരിപ്പടിയിൽ നിന്നും അതുപോലെ തന്നെ കൈതമുക്കിൽ നിന്നും വെൺമേനാട് നിന്നും എല്ലാം വരുന്ന പിഞ്ചു കുട്ടികൾ സൈക്കിളിൽ ഈ വഴിയിൽ ധാരാളമായിട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ കല്ലുകളും അതുപോലെ തന്നെ ഈ മണ്ണും അവർ സഞ്ചരിക്കുന്ന വഴിയിൽ ഉണ്ടാകുമ്പോൾ അവർ ബ്രേക്ക് അമർത്തുമ്പോഴൊക്കെ അതിൽ സ്കിഡായിട്ട് വീഴാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ കുട്ടികളുടെ അവസ്ഥ നമുക്കറിയാം. അവരെപ്പോഴും മറ്റുള്ള കൂടെ സഞ്ചരിക്കുന്നതായ കുട്ടികളോട് എപ്പോഴും സംസാരിച്ച് കളിച്ചുല്ലസിച്ച് വരുന്ന ആ കുട്ടികൾ ഇത്തരത്തിലുള്ള അപകടങ്ങളൊന്നും അവർക്ക് പെട്ടെന്ന് കണ്ണിൽപ്പെടാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് അധികാരികളോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ബാക്കിയുള്ള വർക്കുകളെല്ലാം നിങ്ങൾ ഫണ്ടിൻ്റെ വിഷയമാണെങ്കിൽ അത് പെൻഡിങ്ങിലിട്ടിട്ട് ഈ റോഡ് സഞ്ചാരയോഗ്യം, അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം, നമ്മുടെ ഭരണഘടനയിലൊരു സാധാരണ പൗരന് ഭരണഘടന നൽകുന്ന ഒരു അവകാശമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതിൽ പ്രത്യേകമായി പറയുന്നതാണ് സഞ്ചാര സ്വാതന്ത്ര്യം. അപ്പോൾ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ പാവറട്ടിയുടെ പരിസര പ്രദേശങ്ങളിലുള്ള ഒരുപാട് 3-4 സ്കൂളുകളുണ്ട്, നിങ്ങൾക്കറിയാം. ആ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തിയെങ്കിലും അടിയന്തരമായി വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ നടപടിയെടുക്കുന്നത് വഴി കുട്ടികൾക്കുണ്ടാകുന്ന ഭീഷണികളും അപകടങ്ങളും ഒഴിവാക്കാൻ അവരെ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾക്കും അവർ തിരിച്ചു വരുന്നത് ഉള്ളിൽ ആദ്യമാണ്. കാരണം നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എല്ലാവർക്കും അറിയാം. റോഡിൻ്റെ വിഷയം മാത്രമല്ല, ഒരുപാട് തെരുവ് പട്ടികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുപാട് ഭീഷണിയുടെ മുന്നിലാണ്. നിവൃത്തിയില്ലാതെ പോലും പല ആളുകളും ഫണ്ടിൻ്റെ പ്രശ്നങ്ങളുടെ ഒരു കുടുംബം കഴിയാനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നമുക്കിന്ന് അറിയുന്നതുകൊണ്ട് അവർ എല്ലാവരും അതുപോലെ തന്നെ സ്കൂളിലേക്ക് വാഹനങ്ങളിൽ കുട്ടികളെ അയക്കുന്നത് പ്രാക്ടിക്കലല്ല. അതിന് വലിയൊരു ഫണ്ട് അവർക്കത് സമാഹരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മിക്കവാറും കുട്ടികൾ നടന്നു വരുന്ന ദൂരത്തുള്ളവർ നടന്നു വരികയും അല്ലാത്തവർ ചെറിയ സൈക്കിളെല്ലാം സെക്കൻഡ് ഹാൻഡ് സൈക്കിളോ അതല്ലെങ്കിൽ ഒരു പുതിയ സൈക്കിൾ എങ്ങനെയും ഇൻസ്റ്റാൾമെൻറ്റിലൊക്കെ വാങ്ങിയിട്ട് അങ്ങനെയാണ് മിക്ക രക്ഷിതാക്കളും അവരുടെ കുട്ടികളെ സുരക്ഷിതമായി സ്കൂളിലേക്ക് അയക്കാനായിട്ട് അവർ കണ്ടെത്തുന്ന വഴികൾ. അപ്പോൾ ഈ വഴികൾ നല്ല വഴികളാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ ശല്യങ്ങളൊന്നും ഇല്ലെങ്കിൽ രക്ഷിതാക്കളും വീട്ടിൽ സ്വസ്ഥമായിട്ട് അവർക്ക് ഇരിക്കാൻ കഴിയും. അപ്പോൾ ഈ ഇരു സൈഡിലുള്ള ഈ പൈപ്പ് ലൈനിന് കുഴിച്ചിട്ടുള്ള ഇതാണ് നമുക്കറിയാൻ കഴിയും. അത് ഭാവി നമ്മുടെ തലമുറ അനുഭവിക്കാൻ പോകുന്ന വലിയ വിഷയങ്ങളിലൊന്നാണ് കുടിവെള്ളക്ഷാമം. ആ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് വളരെയധികം ഫണ്ട് ചിലവഴിച്ച് ആണ് ഇത്തരത്തിലുള്ള പൈപ്പ് ഇടുന്നത്. അത് ഭരിക്കുന്നത് ഏത് പാർട്ടി അല്ലെങ്കിൽ ആ കൊടി നോക്കിയിട്ടല്ല നമ്മൾ അവരുടെ വിഷയങ്ങൾ അവിടെ വിലയിരുത്തേണ്ടത്. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. അത് വരുന്ന ഭാവി തലമുറക്കുള്ള ഒരു കരുതൽ എന്ന രീതിയിലാണ് പൈപ്പ് ഇടുന്നത്. അപ്പോൾ അതിന് ശേഷം അത് മെയിൻറ്റെയിൻ ചെയ്യണം. മറ്റ് വാർഡുകളിലുള്ള മെമ്പർമാരെല്ലാം ചെയ്തതുപോലെ അത് ഒരു താൽക്കാലികമായെങ്കിലും ഒരു സഞ്ചാരയോഗ്യമാക്കി കൊടുക്കുന്നതിലൂടെ ഇതുവഴി സഞ്ചരിക്കുന്ന കുട്ടികളുടെയും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെയും മറ്റുള്ളവരുടെയും യാത്രാ ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ നമുക്കത് പരിഹരിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ 6-ാം വാർഡിലുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ അധികമാരും അറിയാതെ, കുറേ ആളുകൾക്കെല്ലാം അതറിയാം, അവിടെ OK വൈദ്യർ സ്മാരക പകൽ വീട്, അത് പ്രായമായ ആളുകൾക്ക് കൂടെ മറ്റുള്ളവരുടെ സഹായമൊന്നുമില്ലാതെ അവർക്ക് സമയം ചിലവഴിക്കാനായിട്ട് ഒരു OK വൈദ്യർ സ്മാരക പകൽ വീടും, അതുപോലെ തന്നെ പാവറട്ടി സെൻറ്റ് ജോസ് പള്ളിയുടെ നേതൃത്വത്തിൽ ഒരു കാരുണ്യ ഭവൻ ഈ വാർഡിൽ പറഞ്ഞ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന റോഡിന് മുമ്പായിട്ട് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് വളരെയധികം പ്രോത്സാഹിപ്പിക്കേണ്ട, അല്ലെങ്കിൽ വളരെയധികം എന്താ പറയുക, അഭിനന്ദനം അർഹിക്കുന്ന ഒരു വിഷയമാണ്. അത് ഏത് മതമാണെങ്കിലും മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യനെ സ്നേഹിക്കാനും അതുപോലെ തന്നെ കാരുണ്യം മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവാനും വേണ്ടിയിട്ടാണ്. സ്നേഹത്തിന് മനസ്സ് നന്നാവാൻ വേണ്ടിയിട്ടാണ്. അത് ഹിന്ദു മതമായാലും ക്രിസ്തു മതമായാലും ഇസ്ലാം മതമായാലും എല്ലാം മനുഷ്യൻ്റെ ഉത്കൃഷ്ടിക്കും അതുപോലെ തന്നെ അവൻ്റെ ഹൃദയത്തിൻ്റെ വിശാലതയ്ക്കും അതുപോലെ തന്നെ ശുദ്ധിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ മതങ്ങളെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഏത് മതം അത് നന്മ കാണിച്ചാലും ആ നന്മ നമ്മൾ മാതൃക പിൻപറ്റുക. കാരണം ഒരു 8ഓളം കുടുംബങ്ങളാണ്
ഈ കാരുണ്യ ഭവൻ പദ്ധതിയിൽ അതിൻ്റെ ആനുകൂല്യം പറ്റുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഗൾഫിൽ നിന്നെല്ലാം ഒരുപാട് ആളുകൾ ജോലിയെല്ലാം ഒഴിവായിട്ട് വരുമ്പോൾ അവർക്ക് പിന്നീട് എന്ത് എന്ന വലിയൊരു ചോദ്യത്തിന് മുന്നിൽ അവർ ഏറ്റവും വലിയ പകച്ചു നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവർക്ക് താമസിക്കാൻ അവരുടെ കുട്ടികളും കുടുംബങ്ങളുമായിട്ട് സ്വസ്ഥമായിട്ട് താമസിക്കാവുന്ന ഒരു വീടാണ് അവരുടെ ആദ്യത്തെ ആവശ്യം. ആ വീടായി കഴിയുമ്പോൾ പകുതി ടെൻഷൻ കഴിഞ്ഞിട്ട് ബാക്കി ഒരു ജോലിയൊക്കെ നേടിയെടുത്തിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും രീതിയിലൊക്കെ ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു 8,000-10,000 ഒക്കെ മാസം നമ്മൾ വീടിന് വേണ്ടി മാറ്റി വെക്കുക എന്നത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അത് ഒരു എന്താ പറയുക സാധ്യമായൊരു കാര്യമല്ല. അപ്പോൾ ഇവിടെ സാൻറ് ജോസ് പള്ളി അധികൃതർ ചെയ്യുന്ന ഈ വിഷയത്തിന് നമുക്ക് 100-ൽ 100 മാർക്കും കൊടുക്കാം. അതിൽ പള്ളി കമ്മിറ്റിക്കാരാണ് ഇത്തരത്തിലുള്ള ആളുകളെ സാധുക്കൾക്ക് വീട് നൽകുന്നത്. ഞാൻ അവരുടെ ആ ഒരു ദൈന്യത നിങ്ങളുടെ അടുത്ത് എത്തരുത് എന്നുള്ളതുകൊണ്ട് ഞാനവിടെ വീഡിയോസ് ഒന്നും ഞാനവിടെ കവർ ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ ഇവർ പള്ളി കമ്മിറ്റിക്കാരാണ് ഇത്തരത്തിൽ ഈ അവിടെ താമസിക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ പള്ളി കമ്മിറ്റിക്കാരെ വളരെ എന്താ പറയുക നന്മയുള്ളവരും അതുപോലെ തന്നെ മറ്റുള്ളവരോട് സ്നേഹവും ദയവുമുള്ളവരെ എല്ലാ മതക്കാരും അവരുടെ കമ്മിറ്റികളിലേക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അങ്ങനെയായി മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള ആനുകൂല്യങ്ങൾ അത് അർഹരായ ആളുകളിലേക്ക് എത്തുകയുള്ളൂ. അത് ഹിന്ദു മതമായാലും മുസ്ലിം മതമായാലും ക്രിസ്ത്യൻ മതമായാലും മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്ന ഉത്കൃഷ്ടമായ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായാൽ മതി. അപ്പോൾ അതിൽ 1-2 കാര്യങ്ങൾ എനിക്കിത് പറയാനുള്ളത്, അത് എൻ്റെ മതവും മറ്റുള്ള മതവും എല്ലാ മതത്തോടും കൂടി പറയാനുള്ളത്, അതിൻ്റെ എന്താ പറയുക നടത്തിപ്പുകാരോട് പറയാനുള്ളത്, നിങ്ങളുടെ കമ്മിറ്റികളിലേക്കും അമ്പല കമ്മിറ്റികളായാലും പള്ളി കമ്മിറ്റികളായാലും ക്രിസ്തുമത കമ്മിറ്റികളായാലും തിരഞ്ഞെടുക്കുമ്പോൾ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകരെ മുഴുവൻ സമയത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയും അതുപോലെ തന്നെ ഈ ബ്രോക്കർമാരായിട്ട് ഈ വാഹനത്തിൻ്റെ ബ്രോക്കർമാരായിട്ടും പിന്നെ ഭൂമി കച്ചവടക്കാരെയും പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രത്തെ സേവിക്കാൻ തന്നെ സമയം തികയില്ല. കാരണം ഒരു പഞ്ചായത്തിലൊരു മെമ്പറെ സംബന്ധിച്ചിടത്തോളം ആ വാർഡിലുള്ള 100-150 ആളുകളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ തന്നെ ആ മെമ്പർക്ക് സമയം കിട്ടില്ല എന്ന് വളരെ ഉറപ്പാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന് അഡീഷണലായിട്ട് കൂടുതൽ ഉത്തരവാദിത്വം കൊടുക്കുന്നതോടെ അദ്ദേഹത്തിന് ആ ചെയ്യേണ്ടതായിട്ടുള്ള ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് അയാൾക്ക് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ആളുകൾ പരമാവധി ഒഴിവാക്കി ക്രിമിനൽ കേസുകളിൽ പെടാത്ത ജനങ്ങളുടെ ഇടയിൽ നല്ല അഭിപ്രായമുള്ള ആളുകളെ മാത്രം ഇത്തരത്തിലുള്ള മത സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ കമ്മിറ്റികളിലേക്ക് തിരഞ്ഞെടുക്കുന്നത് വഴി ഒരു വിധത്തിലുള്ള ഒരു പരിധിവരെ ആ മതപരമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്നുള്ള ഭീഷണികളെല്ലാം ജനങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയും. കൂടാതെ ഇവരുടെ എന്തെങ്കിലും രീതിയിലുള്ള ക്രിമിനൽ കേസുകളിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വെട്ടിപ്പോ നടത്തിയ ആളുകളാണെങ്കിൽ അവരത് വൈറ്റ് കോളർ ഷർട്ടിട്ട് വന്നാലും ായിട്ടുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് ഓഷോ പറഞ്ഞതുപോലെയുള്ള ഒരു വാചകം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ എ സെയിൻറ്റ് ക്യാൻ ബി എ റാസ്കൽ ബട്ട് എ റാസ്കൽ കൻ നെവർ ബി എ സെയിൻറ്റ്. അതായത് ഒരു സന്യാസിക്ക് ഒരു തെമ്മാടിയാവാൻ പറ്റും, പക്ഷേ ഒരു തെമ്മാടിക്ക് ഒരിക്കലും സന്യാസിയാവുക എളുപ്പമല്ല. കാരണം അവൻ എത്ര തന്നെ സന്യസിച്ചിരുന്നാലും അവൻ്റെ ആന്തരികമായ അവൻ്റെ ഉള്ളിലുള്ള ആ മൃഗീയ ആ സ്വഭാവം എപ്പോഴെങ്കിലും സടകുടഞ്ഞ് പുറത്തു വരിക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളൊരു മതസ്ഥാപനത്തിലേക്കോ മറ്റോ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ അതിനുള്ള ക്വാളിറ്റിയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക എന്നത് നമ്മുടെ ഓരോ ആളുകളുടെയും ഉത്തരവാദിത്തമാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലായാലും അതുപോലെ തന്നെ ഈ ദൈവത്തിൻ്റെ ഈ പള്ളികളിലായാലും അമ്പലങ്ങളിലായാലും പ്രവർത്തിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്ര അടുത്ത് നിൽക്കുന്നു എന്നത് എത്ര അടുത്ത് നിൽക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടത് ലാളിത്യമാണ്, മറ്റുള്ളവരുള്ള കാരുണ്യമാണ്. കാരണം നമ്മൾ പഴയ കാലത്ത് രാജാക്കന്മാരുടെ കാലത്തൊക്കെ നമുക്കറിയാൻ പറ്റും, അതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മന്ത്രി അതല്ലെങ്കിൽ സൈന്യാധിപൻ അതല്ലെങ്കിൽ വിഭൂഷകൻ അങ്ങനെയുള്ള ആളുകൾക്ക് സമൂഹത്തിൽ വലിയ നിലയാണ്. പക്ഷേ അവൻ എത്രത്തോളം അവൻ്റെ ജീവൻ ഭീഷണിയിലാണെന്ന് അവൻ ബുദ്ധിമാനാണെങ്കിൽ അവൻ മനസ്സിലാക്കാൻ കഴിയും. കാരണം മറ്റൊരു സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ ഒരുപക്ഷെ രാജാവിൻ്റെ ശ്രദ്ധയിൽ പെടണമെന്ന് നിർബന്ധമില്ല. അത് മറ്റുള്ളവരെ പറഞ്ഞ് പല ആളുകളിൽ നിന്ന് അറിഞ്ഞിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ ഈ അടുത്ത് നിൽക്കുന്ന ആളുകൾ, അതായത് രാജാവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ ചെയ്യുന്നത് രാജാവ് നേരിട്ട് കാണുവാനും അതുവഴി രാജകോപം വരുവാനും നേരിട്ട് അവർക്കതിൻ്റെ ശിക്ഷ ലഭിക്കാനുമുള്ള വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തായാലും അതുപോലെ തന്നെ മന്ത്രിയുടെ അടുത്താണെങ്കിലും നിങ്ങൾ എത്രത്തോളം അടുപ്പം പുലർത്തുന്നുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങളുടെ ജീവനും ഭീഷണിയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനത്തിലെല്ലാം വളരെയധികം സുതാര്യതയും സത്യസന്ധതയും നിങ്ങൾ പുലർത്തുക. അപ്പോഴാണ് ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു ജനാധിപത്യം എന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം മാനസിക ഉല്ലാസം നൽകുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം നിരവധി ആളുകൾക്ക് ഞാൻ മാർഗം എൻ്റെ കാരണം കൊണ്ട് നല്ല റോഡുകളും നല്ല സൗകര്യങ്ങളും
നല്ല വീടുകളും മറ്റെല്ലാം ചെയ്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ ആത്മസംതൃപ്തിയാണ് ശരിയായ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ എന്താ പറയുക ഒരു ലക്ഷണം, അതല്ലെങ്കിൽ അവരുടെ ഒരു ക്വാളിറ്റി. അപ്പോൾ ചില ആളുകൾ ഇപ്പോൾ അടുത്ത് കറങ്ങി വരുന്നത് അവർ വന്ന കനൽ വഴികളൊന്നും അറിയാതെ, അതിൽ ഒരുപാട് ആളുകൾ നമുക്ക് ശ്രീമാൻ ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ ഇ.കെ. നായനാർ, EMS നമ്പൂതിരിപ്പാട്, അതുപോലെ തന്നെ A.B. വാജ്പേയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് അവർ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ രാഷ്ട്രീയം ഏതായാലും ആ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന ആൾ ക്വാളിറ്റിയുള്ളൊരു മനുഷ്യനാണെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് ജനങ്ങൾക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നിന്ന് ഉണ്ടാവില്ല എന്നത് 100% നമുക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന അത് മതപരമായ സ്ഥാപനങ്ങളിലേക്കായാലും രാഷ്ട്രീയത്തിലേക്കായാലും നമ്മുടെ നേതാക്കന്മാരുടെ തിരഞ്ഞെടുക്കുന്ന ആളുകളെയും അവരുടെ പാസ്റ്റ്, അവർ ജനങ്ങളോടുള്ള അവരുടെ ഒരു പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ അവരെ തിരഞ്ഞെടുക്കേണ്ടത്. അതിൻ്റെ ഭവിഷ്യത്ത് വരുമ്പോൾ മാത്രം എന്താ പറയുക, നമ്മൾ അതിനെപ്പറ്റി വിചിന്തനം ചെയ്യാതെ നമ്മുടെ മുൻപ് ഒക്കെ കഴിഞ്ഞുള്ള എക്സ്പീരിയൻസ് എല്ലാം ഇത്തരത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ കാണുന്ന റോഡ് നമുക്ക് പറയാന്ന് വെച്ചാൽ റോഡിന് ഫണ്ട് അനുവദിക്കാൻ, അത് പാവറട്ടി പഞ്ചായത്തിന് മാത്രമായിട്ട് എന്തുകൊണ്ട് ഫണ്ട് അനുവദിച്ച് കിട്ടുന്നില്ല എന്നത് വളരെ വലിയൊരു ചോദ്യമാണ്. അതിന് പല കാരണങ്ങളുണ്ടാവാം. MLA ഫണ്ടിൽ നിന്ന് ഒരു വർഷത്തിൽ അനുവദിക്കേണ്ട ഫണ്ടുകൾക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. പക്ഷേ തൊട്ടടുത്തുള്ള 1-ാം നമ്പർ 3 വർഷം അടുപ്പിച്ച് 1-ാം നമ്പർ സ്ഥാനം കിട്ടിയിട്ടുള്ള എളവള്ളി പഞ്ചായത്തിൽ റോഡുകളെല്ലാം, എല്ലാ റോഡും ഞാൻ പറയുന്നില്ല, നമ്മൾ മെയിനായിട്ട് സഞ്ചരിക്കുന്ന റോഡുകളെല്ലാം വളരെ സുന്ദരവും വളരെ മനോഹരവുമായി നിൽക്കുന്ന റോഡുകളാണ്. ഇതിന് ഫണ്ട് അനുവദിക്കുന്നത് ഈ ഭരണത്തിൽ ഈ സർക്കാരും അതുപോലെ തന്നെ ഈ മണലൂരിൻ്റെ ഈ പ്രിയപ്പെട്ട MLAയുടെ പ്രവർത്തന ഫലമായിട്ടാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള മുല്ലശ്ശേരി പഞ്ചായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിൽ തന്നെ വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും അവിടെ കാണുമ്പോൾ പാവറട്ടി പഞ്ചായത്തിന് മാത്രം എന്തുകൊണ്ട് ഫണ്ട് ലഭിക്കുന്നില്ല, അതല്ലെങ്കിൽ ലഭിച്ച ഫണ്ട് എങ്ങനെ അവർ കൃത്യമായി മാസ്റ്റർ പ്ലാൻ കൂടാതെ നടപ്പാക്കുന്നത് മൂലം അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട ഫണ്ട് ജനങ്ങൾക്ക് ഉപദ്രവമാവുന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ ഇപ്പോൾ അടുത്ത ദിവസങ്ങളുണ്ടായിട്ടുള്ള മഴക്കെടുതിയിൽ പാവറട്ടി സെൻറ്ററിൽ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിൽ ഈ വാർഡുകളിൽ ഞാൻ നടന്നു നോക്കുമ്പോൾ വാർഡുകളിൽ ഏറ്റവും ശോചനീയമായ രീതിയിലുള്ള കാന ഉണ്ടാക്കിയിട്ടുള്ളത് 3-ാം വാർഡിലാണ്, വൈസ് പ്രസിഡന്റ് വാർഡിൽ. അത് ഒരടിയോളം മാത്രം വലുപ്പമുള്ള കാന ഉണ്ടാക്കിയിട്ട് എന്ത് മെസ്സേജാണ്, എന്ത് വെള്ളമാണ് ഇതിലൂടെ കയറ്റിവിടാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതേസമയം തന്നെ 4-ാം വാർഡിലെയും ഇതുപോലെ തന്നെ 6-ാം വാർഡിലെയും കാനകൾക്ക് കുറച്ച് വലുപ്പം നമ്മളിൽ കാണാൻ കഴിയുന്നുണ്ട്. പാവറട്ടി സെൻട്രൽ ഉണ്ടാക്കിയിട്ടുള്ള പോലെ 2-2.5 അടി യോളം നമുക്കിവിടെ കാനയ്ക്ക് വീതി കാണുന്നുണ്ട്. അപ്പോൾ ഈ കാനയിലൂടെ വെള്ളം സുഗമമായി കടന്നു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ റോഡ് താൽക്കാലികമായിട്ട് കുറച്ച് ഇടുങ്ങിയാലും അപ്പോൾ അത് സ്ലാബ് ഇട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതോടുകൂടി അതിൻ്റെ മുകളിലൂടെ ഓപ്പോസിറ്റ് സൈഡിൽ വാഹനങ്ങൾ വരുമ്പോൾ അത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് സ്കൂളിലേക്കെല്ലാം വാഹനങ്ങൾ, ഈ സ്കൂൾ ബസ്സുകളും അതുപോലെ തന്നെ വാനുകളും ഒക്കെ ആയിട്ട് നിരവധി കുട്ടികളെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ രാവിലെ അവർക്കറിയാം സ്കൂൾ ടൈമിന് മുമ്പായിട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള മരണപ്പാച്ചിലായിരിക്കും എല്ലാ ഡ്രൈവർമാരും. അപ്പോൾ അവർക്ക് നല്ല റോഡ് കൊടുക്കുന്നതോടെ അവർക്കും നല്ല റിലാക്സ് ചെയ്തിട്ട് ആ സമയത്തിന് എത്തിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ വാഹനം ഓടിക്കാൻ കഴിയുകയും അതുവഴി നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞ ബസ്സുകളിലും ട്രക്കുകളിലും ഓട്ടോറിക്ഷയിലുമെല്ലാം പോകുന്ന കുട്ടികളുടെ ജീവനും അതുപോലെ തന്നെ പരിക്ക് പറ്റാതെ അവരുടെ കാര്യങ്ങളിലെല്ലാം സുരക്ഷിതമായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മറ്റു പഞ്ചായത്തുകളെ മാതൃകയാക്കി, അധികം ദൂരെയൊന്നും പോകാൻ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്തുകളെ മാതൃകയാക്കി ഒറ്റക്കെട്ടായി എല്ലാ രാഷ്ട്രീയക്കാരും മത്സരം കഴിഞ്ഞാൽ, ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു ഐക്യത്തോടെ മാസ്റ്റർ പ്ലാനോടെ മുന്നേറിയാൽ നമുക്ക് പാവറട്ടി പഞ്ചായത്തിനും ഭാവിയിൽ 1-ാം സ്ഥാനത്തെത്താൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.